നമസ്കാരം സുഹൃത്തുക്കളെ, എല്ലാവർക്കും ചാനലിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം. ചില നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായിട്ടുള്ള ധനയോഗത്തിനുള്ള ഭാഗ്യം വന്നുചേരുന്നു. ഇവർക്ക് ലോട്ടറി ഭാഗ്യം വരെ ലഭിക്കാനുള്ള സാഹചര്യങ്ങളാണ് ഒരുങ്ങുന്നത്. സാമ്പത്തിക നിലയിൽ തകർന്നു നിൽക്കുന്ന, പല വിധത്തിലും ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന, കടബാധ്യത കൊണ്ട് പൊറുതിമുട്ടുന്ന ആളുകൾക്ക് ഇപ്പോൾ ഉള്ള അനുകൂലമായ സമയം, ഈ പറയുന്ന കുറച്ച് നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അനുകൂലമായ സമയം വളരെ നല്ല രീതിയിൽ തന്നെ ഇവരെ ബാധിക്കുന്നു. എല്ലാവിധ ഐശ്വര്യങ്ങളും സമൃദ്ധികളുമൊക്കെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വാനോളം ഉണ്ടാകുന്ന സമയം കൂടിയാണ്. ഏതെല്ലാം നക്ഷത്രക്കാർക്കാണ് ഇത്തരത്തിലുള്ള മഹാഭാഗ്യം വന്നു ചേരുന്നതെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം. അതിനു മുന്നോടിയായി ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. താങ്കളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. താങ്കളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഏറ്റവും അടുത്തവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. ഈ ചാനലിലെ മറ്റുള്ള വീഡിയോസ് ഒന്ന് കണ്ടു നോക്കുക. ഒട്ടേറെ ഗുണപ്രദവും നേട്ടവും ഇവിടെ ആഗ്രഹങ്ങൾക്കൊക്കെ അനുകൂലമായ രീതിയിൽ ഫലസിദ്ധി വന്നു ചേരുന്നതുമായ ചില നക്ഷത്രക്കാർ, ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഏറ്റവും അനുകൂലമായ ഫലമാണ് വന്നു ചേർന്നിരിക്കുന്നത്. സാമ്പത്തിക നിലയിൽ വലിയ മാറ്റങ്ങളും ഉയർച്ചകളും ഒക്കെ കൊണ്ടുവരാൻ സാധിക്കുന്ന, വലിയ ഉന്നതികൾ സംഭവിക്കുന്ന നക്ഷത്രക്കാരിൽ ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് കാർത്തിക നക്ഷത്രമാണ്. കാർത്തിക നക്ഷത്രക്കാർക്ക് അപ്രതീക്ഷിതമായിട്ടുള്ള ധനയോഗത്തിന് ഏറ്റവും അനുകൂലമായ ഒരു സമയമാണ്. ഇവർ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ സാധിക്കും. ഏറ്റവും അനുകൂലമായ ഒരു തുടക്കം തന്നെ അവരുടെ ജീവിതത്തിൽ ഉണ്ടാവുക തന്നെ ചെയ്യും. സാമ്പത്തിക നിലയിൽ കുതിച്ചു വരാനുള്ള അവസരമാണ് ഈ നക്ഷത്രക്കാരെ തേടിയെത്തിയിരിക്കുന്നത്. മികച്ച നേട്ടങ്ങളും മികച്ച ഉയർച്ചകളുമൊക്കെ ഈ നക്ഷത്രക്കാർക്ക് ലഭ്യമാകും. അപ്രതീക്ഷിതമായിട്ടുള്ള ധനയോഗം പെട്ടെന്ന് ഇവരുടെ കൈവശം പണം വന്നു ചേരുന്നതിനും സാമ്പത്തിക നിലയിൽ വലിയ കുതിച്ചുചാട്ടം സംഭവിക്കുന്നതിനും സാധിക്കുന്ന ഒരു സമയം കൂടിയാണ്. ഇവർക്ക് ധനയോഗത്തിനുള്ള അനുകൂലമായ ഘടകങ്ങളാണ് ഒരുങ്ങുന്നത്. ഇവർക്ക് കോടീശ്വര യോഗം വരെ ലഭിക്കാനുള്ള അവസരം, അതിനുള്ളൊരു തുടക്കം കുറിക്കാൻ സാധിക്കുകയും ലോട്ടറി ഭാഗ്യം വരെ ലഭിക്കാനുള്ള ആനുകൂല്യങ്ങൾ ഇവർക്ക് വന്നു ചേരുകയും ചെയ്യുന്നു. ഇവരുടെ പ്രാർത്ഥനകൾക്ക്, വഴിപാടുകൾക്കൊക്കെ ഫലസിദ്ധി ലഭ്യമാകുന്ന ഇപ്പോഴുള്ള അനുകൂലമായ സമയം ഇവരുടെ ജീവിതത്തിൽ ഇനി അങ്ങോട്ട് വലിയ തോതിൽ ഉയർച്ചകൾ സംഭവിക്കാൻ സാധിക്കുന്നു. ഇവർക്ക് പിതൃസ്വത്ത് വരെ ലഭിക്കാനുള്ള അനുകൂലമായ സാഹചര്യങ്ങൾ ഉണ്ടാവുകയും മനസ്സമാധാനത്തിന്റെ അന്തരീക്ഷം അവരുടെ ജീവിതത്തിൽ അങ്ങോളം ഇങ്ങോളം അനുഭവിക്കാൻ സാധിക്കുകയും ചെയ്യും. ശാരീരിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആളുകൾക്ക് ആ ബുദ്ധിമുട്ടുകളൊക്കെ മാറി നിൽക്കുന്ന മികച്ച ഐശ്വര്യ സമ്പൂർണമായ അവസ്ഥകളൊക്കെ ജീവിതത്തിൽ വന്നു ചേരുന്ന സമയമാണ്. തൊഴിൽ സംബന്ധമായ വലിയ നേട്ടങ്ങളും ഉയർച്ചകളും ഒക്കെ ഈ നക്ഷത്രക്കാരെ തേടിയെത്തുന്നു. അനുകൂലമായ ഒട്ടനവധി അവസരങ്ങൾ, അത് തൊഴിൽപരമായിട്ടുള്ള കാര്യമാണെങ്കിലും സാമ്പത്തിക ക്രയവിക്രയത്തിന്റെ കാര്യത്തിലാണെങ്കിലും ഒക്കെ ഇവർക്ക് അനുകൂലമായ രീതിയിൽ തന്നെ വന്നു ചേരുന്നു. വിദേശയാത്ര ആഗ്രഹിക്കുന്ന, അതിനുവേണ്ടി പരിശ്രമിക്കുന്ന, അതിനുവേണ്ടി സാമ്പത്തിക കാര്യങ്ങൾക്ക് വേണ്ടി ശ്രമിക്കുന്ന ആളുകൾക്ക് വളരെ അനുകൂലമായി നിൽക്കുന്ന ഒരു സമയമാണ്. പഠന കാര്യത്തിലൊക്കെ വളരെയധികം നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുന്ന സമയം. ആത്മീയ കാര്യത്തിലൊക്കെ വളരെയധികം താല്പര്യം ജനിക്കുകയും ആത്മീയ കേന്ദ്രങ്ങൾ, പുണ്യസ്ഥലങ്ങളൊക്കെ സന്ദർശിക്കാനുള്ള സാഹചര്യങ്ങൾ ഒരുങ്ങുകയും ചെയ്യുന്നു. പരീക്ഷകളിൽ മിന്നുന്ന വിജയം കാഴ്ചവെക്കാൻ ഇവർക്ക് സാധിക്കും. ഈ നക്ഷത്രക്കാർ ചെയ്യേണ്ടത് അടുത്തുള്ള മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുകയും ഭഗവാന് ഇഷ്ട വഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുക. ജീവിതത്തിൽ ഐശ്വര്യവും സമൃദ്ധിയും ഒക്കെ വന്നു ചേരുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു. സന്തോഷകരമായിട്ടുള്ള ഒരു ജീവിതം പൂർണ്ണതോതിൽ അനുഭവിക്കുന്നതിന് വഴിപാടുകളും പ്രാർത്ഥനകളും ഒക്കെ ഫലം ചെയ്യും. അടുത്ത നക്ഷത്രം രോഹിണി നക്ഷത്രമാണ്. രോഹിണി നക്ഷത്രക്കാർക്ക് എല്ലാ വിധത്തിലുള്ള തടസ്സങ്ങൾ മാറി നിൽക്കുന്നു. ഇവർക്ക് സ്ഥാനക്കയറ്റം, ജോലിയിൽ ഉയർച്ച, പ്രൊമോഷനൊക്കെ ലഭിക്കാനുള്ള അവസരങ്ങൾ വന്നു ചേരുന്നു. ഒട്ടേറെ ഗുണപരമായിട്ടുള്ള അനുകൂലമായ സാഹചര്യങ്ങൾ ലഭിക്കാൻ സാധിക്കുന്നു. തൊഴിൽ ലബ്ധി വന്നു ചേരുന്നു. ഒരു താൽക്കാലിക ജോലിയിൽ നിന്ന് പോലും ഉയർന്ന വരുമാനമുള്ള ജോലിയിലേക്ക് ശ്രമിക്കുന്ന ആളുകൾക്ക് അതിനുള്ള അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരുന്നു. പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കാനുള്ള അനുകൂലമായ സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു. നഷ്ടപ്പെട്ടു പോയ പണം, വസ്തു ഇത്യാദി കാര്യങ്ങൾ അവർക്ക് തിരികെ ലഭിക്കാനുള്ള അവസരങ്ങൾ ഒരുങ്ങുന്നു. പരീക്ഷകളിൽ വിദ്യാർത്ഥികൾക്ക് പ്രത്യേകിച്ചും ഉന്നത വിജയം കൈവരിക്കാൻ സാധിക്കുകയും പഠന സംബന്ധമായിട്ടുള്ള അലസതകൾ മാറി പൂർണ്ണതോതിൽ ഉന്മേഷത്തോടുകൂടി
പഠന കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിക്കുകയും ചെയ്യുന്ന ഒരു സമയം കൂടിയാണ്. സാമ്പത്തിക നിലയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നു. കടബാധ്യതകളൊക്കെ തീർക്കാനുള്ള അവസരങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നു ചേരുന്നു. മികച്ച അവസരങ്ങളും ഉയർച്ചകളും ഒക്കെയാണ് ഈ നക്ഷത്രക്കാരെ തേടിയെത്താൻ പോകുന്നത്. പ്രാർത്ഥനകൾക്ക് വഴിപാടുകൾക്കൊക്കെ മികച്ച ഫലങ്ങൾ വന്നു ചേരുന്ന സമയം കൂടിയാണ് രോഹിണി നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. അതോടൊപ്പം തന്നെ അനുകൂലമായ തീരുമാനങ്ങൾ എടുത്ത് ഉപദേശങ്ങൾ സ്വീകരിച്ചുകൊണ്ട് ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ മികച്ച ഫലങ്ങൾ തന്നെയാണ് ഉണ്ടാകുന്നത്. വിവാഹ കാര്യത്തിൽ വളരെയധികം താല്പര്യം ഉണ്ടാകുന്ന, അതിന് അനുകൂലമായ സമയത്ത് നല്ലൊരു വിവാഹബന്ധം ലഭിക്കുകയും മികച്ച രീതിയിൽ അവരുടെ വിവാഹം സംഭവിക്കുകയും ചെയ്യും. അടുത്ത നക്ഷത്രം മകരം നക്ഷത്രമാണ്. മകരം നക്ഷത്രക്കാർക്ക് അപ്രതീക്ഷിതമായിട്ടുള്ള ധനയോഗം, ലോട്ടറി ഭാഗ്യം വരെ ലഭിക്കാനുള്ള അനുകൂലമായ സാഹചര്യങ്ങൾ തന്നെയാണ് ഒരുങ്ങിയിരിക്കുന്നത്. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, സാമ്പത്തികമായ സ്വാരസ്യങ്ങൾ ഇത്യാദി കാര്യങ്ങളൊക്കെ മാറി നിൽക്കുന്നു. അതോടൊപ്പം തന്നെ സാമ്പത്തിക ഉയർച്ച, സമ്പത്ത് വർദ്ധിക്കുന്ന, പണം കൈകളിലേക്ക് വന്നു ചേരുന്ന ഒട്ടനവധി അവസരങ്ങൾ ഇവരുടെ മുന്നിൽ തുറക്കപ്പെടുന്നു. മികച്ച രീതിയിലുള്ള ഉയർച്ചകൾ ഈ നക്ഷത്രക്കാരെ തേടിയെത്തുന്നു. പരീക്ഷയിൽ മിന്നുന്ന വിജയം കാഴ്ചവെക്കാൻ സാധിക്കുന്ന തരത്തിൽ വിദ്യാർത്ഥികൾക്കും ഉദ്യോഗാർത്ഥികൾക്കും മികച്ച നേട്ടങ്ങൾ വന്നു ചേരുന്ന സമയം കൂടിയാണ്. മത്സര പരീക്ഷകളിൽ മിന്നുന്ന വിജയം കാഴ്ചവെക്കാൻ ഉദ്യോഗാർത്ഥികൾക്ക് സാധിക്കുകയും അവർ ഇഷ്ടപ്പെട്ട രീതിയിലുള്ള തൊഴിൽ ഇടങ്ങൾ ലഭിക്കുന്നതിനുള്ള അവസരങ്ങൾ വന്നു ചേരുകയും ചെയ്യുന്നു. ആഗ്രഹിക്കുന്ന പോലെയുള്ള കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നു ചേരുകയും അവരുടെ പ്രാർത്ഥനകൾക്ക് ഒട്ടേറെ ഗുണപരമായിട്ടുള്ള നേട്ടങ്ങൾ വന്നു ചേരുകയും ചെയ്യുന്ന സമയമാണ്. സാമ്പത്തിക നേട്ടങ്ങൾ വലിയ തോതിൽ നിന്ന് അവരുടെ ജീവിതത്തിനെ മാറ്റിമറിക്കുന്ന സമയം വന്നു ചേരുന്നു. അതോടൊപ്പം തന്നെ കുടുംബ ബന്ധങ്ങൾ തമ്മിലുള്ള സ്നേഹബന്ധത്തിൽ വലിയ മാറ്റങ്ങൾ കാണാൻ സാധിക്കുന്നു. സ്നേഹം ഊട്ടിയുറപ്പിക്കാനുള്ള അവസരങ്ങളും കുടുംബാംഗങ്ങൾ തമ്മിലുള്ള യോജിപ്പ് പ്രകടമായി കാണുന്ന സമയമാണ്. പരിഗണനയും സ്നേഹവായ്പകളുമൊക്കെ ഇവർക്ക് ലഭ്യമാകുന്ന സമയമാണ്. സന്തോഷത്തിന്റെ നാളുകൾ തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ സാധ്യമാക്കുന്ന സമയം എന്ന് പറയുന്നത്. ലോട്ടറി ഭാഗ്യം വലിയ തോതിൽ തന്നെ ഇവരുടെ ജീവിതത്തിനെ മാറ്റിമറിക്കും. ഇവർ ഒരു ലോട്ടറി എടുത്താൽ പോലും അവരുടെ ജീവിതത്തിൽ ലോട്ടറി അടിക്കാനുള്ള അവസരം തന്നെയാണ് ഇപ്പോൾ ഉള്ള അനുകൂലമായ സമയം കൊണ്ട് വന്നിരിക്കുന്നത്. ഇതിലൂടെ മികച്ച നേട്ടങ്ങളും മികച്ച ഉയർച്ചകളും സാമ്പത്തിക അഭിവൃദ്ധിയും ഒക്കെ ഇവർക്ക് നേടിയെടുക്കാൻ സാധിക്കും. ഐശ്വര്യ ലബ്ധി അവരുടെ ജീവിതത്തിനെ പാടെ മാറ്റിമറിക്കുന്നു. അതിലൂടെ മികച്ച അവസരങ്ങൾ ഉണ്ടാകുന്നു. സമ്പൽ സമൃദ്ധമായ ഒരു നാളുകൾ ഇവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നത് അത് വീണ്ടും എത്തുന്ന ഒരു സമയം കൂടിയാണ്. അടുത്ത നക്ഷത്രം മകം നക്ഷത്രമാണ്. ഈശ്വരാധീനത്തിന്റെ എല്ലാവിധ ആനുകൂല്യങ്ങളും വളരെ മികച്ച രീതിയിൽ ഇവർക്ക് അനുഭവവേദ്യമാകുന്നു. അതിലൂടെ ഐശ്വര്യവും സമൃദ്ധിയും സമ്പത്തും ഒക്കെ ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരും. നഷ്ടപ്പെട്ടു പോയ ഒട്ടനവധി അവസരങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി തിരികെ ലഭിക്കുന്ന സാഹചര്യങ്ങളാണ് ഒരുങ്ങുന്നത്. അതിലൂടെ മികച്ച നേട്ടങ്ങളും മികച്ച ഉയർച്ചകളും ഒക്കെ ഇവർക്ക് വന്നു ചേരുന്നു. കുടുംബ ജീവിതത്തിൽ സന്തോഷകരമായിട്ടുള്ള ഒട്ടനവധി ഇടപെടലുകൾ വന്നു ചേരുന്ന, ഐശ്വര്യ ലബ്ധി വന്നു ചേരുന്ന, ഭാഗ്യത്തിന്റെ നിറകുടമായി നിൽക്കുന്ന ഒട്ടനവധി അവസരങ്ങൾ ഈ നക്ഷത്രക്കാർക്ക് വന്നു ചേരുന്ന സമയമാണ്. നഷ്ടബോധമില്ലാതെ നഷ്ടപ്പെട്ടു പോയി അവസരങ്ങൾക്ക് വേണ്ടി സമയം കൊടുക്കാതെ ഇനിയുള്ള അവസരങ്ങൾ, ഇനി വരുന്ന അവസരങ്ങൾ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുക. ജീവിതത്തിൽ ഒട്ടേറെ മാറ്റങ്ങളും ഉയർച്ചകളും സാമ്പത്തിക അഭിവൃദ്ധിയും ഒക്കെ വന്നു ചേരാൻ പോകുന്ന ഒരു സമയം കൂടിയാണ്. മികച്ച രീതിയിൽ ഉയർച്ചകളും മിന്നുന്ന വിജയവും ഒക്കെ കാഴ്ചവെക്കാൻ ഇവർക്ക് സാധിക്കും. തൊഴിലിൽ മികച്ച നേട്ടങ്ങൾ ഇവർക്ക് കാഴ്ചവെക്കാൻ സാധിക്കും. ഇവരുടെ കഠിനാധ്വാനത്തിന് ഒട്ടനവധി ഫലസിദ്ധിയാണ് വന്നു ചേരുന്നത്. ഇവർ പ്രയാസപ്പെട്ട് ഇവരുടെ ബുദ്ധിയും ശക്തിയും കഴിവും ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ മികച്ച ഫലങ്ങൾ തന്നെയാണ് വന്നു ചേരുന്നത്. ഇവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കാൻ സാധിക്കുന്നു. പേരും പ്രശസ്തിയും അംഗീകാരവും ഒക്കെ ലഭിക്കാൻ സാധിക്കുന്ന സാധ്യതയുള്ള സാഹചര്യങ്ങളാണ് വന്നു ചേരുന്നത്. അനുകൂലമായ ഫലങ്ങൾ കുടുംബത്തിൽ കാണുന്നു. സന്തോഷകരമായിട്ടുള്ള ഒരു കുടുംബ ജീവിതം നയിക്കുന്നതിനും ദാമ്പത്യ സൗഖ്യം ഇല്ലാതെ നിൽക്കുന്ന ദമ്പതികൾക്കാണെങ്കിൽ ഇപ്പോൾ മുതൽ വിട്ടുവീഴ്ച മനോഭാവത്തോടുകൂടി സ്നേഹബന്ധത്തിന്റെ ദൃഢവും ഗാഠവും അഗാധമായ സ്നേഹബന്ധം പ്രകടിപ്പിക്കുന്ന സാഹചര്യങ്ങളും ഒരുങ്ങുന്നു. മികച്ച അവസരങ്ങളാണ് ഈ നക്ഷത്രക്കാരെ തേടിയെത്തുന്നത്. ഇവർ ചെയ്യേണ്ടത് അടുത്തുള്ള ശിവക്ഷേത്ര ദർശനം നടത്തി ഭഗവാന് ജലധാര, നെയ്വിളക്ക്, പിൻവിളക്ക്, കൂള പുഷ്പാഞ്ജലി, കൂളമാല ഇത്യാദി വഴിപാടുകൾ, ഭഗവാന് ഏറ്റവും പ്രീതികരമായിട്ടുള്ള വഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഭഗവാന്റെ അനുഗ്രഹം നിമിത്തം ജീവിതത്തിലുണ്ടാകുന്ന പലവിധ തടസ്സങ്ങൾ മാറുകയും എല്ലാവിധ ഐശ്വര്യ ലബ്ധി വന്നു ചേരുകയും ചെയ്യുന്ന സമയം ഇവർക്ക് ലഭ്യമാകും. അടുത്ത നക്ഷത്രം പൂരം നക്ഷത്രമാണ്. പൂരം നക്ഷത്രക്കാർക്കും ജീവിതത്തിലെ
ഏറ്റവും അനുകൂലമായ നേട്ടങ്ങൾ കൊണ്ടുവരുന്ന, എല്ലാവിധ സ്വസ്ഥമായ ഒരു ജീവിതം നയിക്കാൻ സാധിക്കുന്ന സമയം തന്നെയാണ് ഇവർക്ക് വന്നു ചേരുന്നത്. സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകുന്നു. മികച്ച നേട്ടങ്ങൾ ഇവിടെ കൂടെ വന്നു ചേരുന്നു. തൊഴിൽ ലബ്ധി ലഭ്യമാകുന്നു. തൊഴിൽപരമായിട്ടുള്ള തടസ്സങ്ങൾ അനുഭവപ്പെടുന്ന ആളുകൾക്ക് മികച്ച അവസരങ്ങളാണ് വന്നു ചേർന്നിരിക്കുന്നത്. വിദ്യാർത്ഥികൾക്കും മികച്ച നേട്ടങ്ങൾ ഉണ്ടാകുന്നു. വിദേശ യാത്രയ്ക്ക് ആഗ്രഹിക്കുന്ന, വിദേശത്തെ പഠന സംബന്ധമായ കാര്യങ്ങളിൽ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിനുള്ള അനുകൂലമായ സാഹചര്യങ്ങൾ വന്നു ചേരുകയും അതുപോലെ തന്നെ ജോലിയുമായി ബന്ധപ്പെട്ടുള്ള തടസ്സങ്ങൾ മാറുകയും വിദേശത്തെ ജോലിക്ക് ശ്രമിക്കുന്ന ആളുകൾക്ക് വളരെ അനുകൂലമായ രീതിയിൽ തന്നെയാണ് ജീവിതത്തിൽ ലഭ്യമാകുന്നത്. ഐശ്വര്യവും സമൃദ്ധിയും ഒക്കെ ഈ നക്ഷത്രക്കാരെ തേടിയെത്തുന്ന സമയം കൂടിയാണ് വന്നിരിക്കുന്നത്. പൂരം നക്ഷത്രക്കാർ സാമ്പത്തിക ബാധ്യതകളൊക്കെ തീർക്കാനുള്ള അവസരങ്ങളും പെട്ടെന്നുള്ള ധനയോഗത്തിന് ലോട്ടറി ഭാഗ്യം ലഭിക്കാനുള്ള സാഹചര്യങ്ങളും ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഒരുങ്ങുന്നു. സാമ്പത്തിക മുന്നേറ്റം, സമ്പന്ന പദവി ഇതൊക്കെ അനുഭവിക്കാൻ സാധിക്കുന്നു. രാജയോഗം തന്നെ അനുഭവിക്കാനുള്ള സാഹചര്യങ്ങളും ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഒരുങ്ങുന്ന സമയം കൂടിയാണ്. മികച്ച നേട്ടങ്ങൾ, മികച്ച ഉയർച്ചകളൊക്കെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകും. അടുത്ത നക്ഷത്രം ഉത്രം നക്ഷത്രമാണ്. ഉത്രം നക്ഷത്രക്കാർക്കും രാജയോഗ സമാനമായ രാജകീയമായ ജീവിതം നയിക്കുന്നതിനും രാജകീയ പദവികൾ വഹിക്കുന്നതിനും സാധിക്കുന്ന സമയമാണ്. മികച്ച ലാഭം, ബിസിനസ് സംബന്ധമായി പ്രവർത്തിക്കുന്ന ആളുകൾക്ക് ലാഭവും വരുമാന വർധനവും ഒക്കെ വന്നു ചേരും. ബിസിനസ് എല്ലാ രീതിയിലും സംരംഭങ്ങൾ തുടങ്ങുന്ന ആളുകൾക്കും സംരംഭങ്ങൾ തുടങ്ങി കഴിഞ്ഞ ആളുകൾക്കും അവരുടെ ജീവിതത്തിൽ ബിസിനസ് സംരംഭങ്ങൾ വലിയ തോതിലുള്ള ലാഭവും മികച്ച ആദായവും ഒക്കെ ലഭിക്കുന്ന സാഹചര്യങ്ങൾ, അത് ഇതുവരെ ലഭിച്ചിരുന്ന ആനുകൂല്യങ്ങൾ മാത്രമല്ല അതിന്റെ ഇരട്ടിയിലധികം ലഭിക്കാനുള്ള അവസരങ്ങളാണ് വന്നിരിക്കുന്നത്. അതോടൊപ്പം തന്നെ മികച്ച രീതിയിലുള്ള പണസംബന്ധമായിട്ടുള്ള ക്രയവിക്രയങ്ങൾ അനുകൂലമായി നിൽക്കുന്ന ഒരു സമയം കൂടിയാണ്. അടുത്ത നക്ഷത്രം ചിത്ര നക്ഷത്രമാണ്. ചിത്ര നക്ഷത്രക്കാർക്ക് സമ്പന്ന പദവി, സാമ്പത്തിക മുന്നേറ്റം, ധനയോഗം, ലക്ഷ്മി കടാക്ഷമൊക്കെ അനുഭവിക്കാൻ സാധിക്കുന്ന ഒരു സമയമാണ്. ജീവിതത്തിലെ കഷ്ടപ്പാടുകൾക്കും ദുഃഖ ദുരിതങ്ങൾക്കും അറുതി വരുന്ന കഷ്ടതകൾ മാറി ഐശ്വര്യ സമ്പൂർണമായ അവസ്ഥകൾ ജീവിതത്തിൽ വന്നു ചേരുന്ന സമയമാണ്. ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ മാറുകയും ഈശ്വരാധീനത്തിന്റെ ആനുകൂല്യങ്ങൾ എല്ലാ രീതിയിലും അനുഭവിക്കാൻ സാധിക്കുകയും ചെയ്യുന്ന സമയമാണ്. കിടന്നിരുന്ന പല പദ്ധതികളും പല കാര്യങ്ങളും വീണ്ടും തുടങ്ങുന്നതിനും അത് പൂർത്തീകരിക്കുന്നതിനും സാധിക്കുന്ന ഒരു സമയമാണ്. എങ്ങനെയാണെന്ന് അറിയാതെ തന്നെ പല വിധത്തിലാണ് അവസരങ്ങൾ വന്നു ചേരുന്നത്. ഇവർ വിചാരിച്ച കാര്യങ്ങൾ വളരെ ഭംഗിയായി നടക്കുന്നത് കാണുമ്പോൾ അത്ഭുതം തന്നെ വന്നു ചേരും. അത്ഭുതപ്പെടുത്തുന്ന മാറ്റങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകും. ജീവിതത്തിൽ രക്ഷപ്പെടാനുള്ള അവസരങ്ങൾ ഒട്ടനവധിയാണ് ഈ നക്ഷത്രക്കാരെ തേടിയെത്താൻ പോകുന്നത്. സാമ്പത്തിക ക്രയവിക്രയത്തിലൂടെ വലിയ മാറ്റങ്ങൾ ഇവർക്ക് വന്നു ചേരും. വിദേശ രാജ്യത്തുള്ള അനുകൂലമായ രീതിയിലുള്ള സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാർക്ക് ഒരുങ്ങുന്ന സമയം കൂടെയാണ്. അടുത്ത നക്ഷത്രം ചോതി നക്ഷത്രമാണ്. ചോതി നക്ഷത്രക്കാർക്ക് ഈശ്വരാധീനമുണ്ട്. ആത്മീയ കാര്യത്തിൽ വളരെയധികം താല്പര്യമുണ്ടാകുന്ന പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കാൻ സാധിക്കുന്ന സമയമാണ്. ഭാഗ്യം കൊടുമുടി കയറി നിൽക്കുന്ന സമയമാണ്. തൊടുന്നെല്ലാം പൊന്നാക്കാൻ സാധിക്കുന്ന എല്ലാവിധ ഐശ്വര്യങ്ങളും സമൃദ്ധികളും ഒക്കെ ഈ നക്ഷത്രക്കാരെ തേടിയെത്താൻ സാധിക്കുന്ന സമയമാണ്. മികച്ച മുന്നേറ്റങ്ങൾ, മികച്ച ഉയർച്ചകളൊക്കെ ഈ നക്ഷത്രക്കാർക്ക് വന്നു ചേരുകയും സാമ്പത്തിക നിലയിൽ വലിയ മാറ്റങ്ങൾ കാണാൻ സാധിക്കുകയും ചെയ്യുന്ന സമയമാണ്. എല്ലാവിധത്തിലും ഐശ്വര്യവും സമൃദ്ധിയും നേട്ടവും ഒക്കെ ഈ നക്ഷത്രക്കാരെ തേടിയെത്തുന്ന സമയമാണ്. ഇവർക്ക് കുടുംബാന്തരീക്ഷം അനുകൂലമായി നിൽക്കുകയും സൗഹൃദങ്ങൾ വഴി നേട്ടങ്ങൾ ഉണ്ടാകുകയും ചെയ്യുന്ന സമയം കൂടിയാണ്. സുഹൃത്തുക്കൾ വലിയ സഹായസ്ഥവുമായി നിൽക്കും. ബന്ധുജനങ്ങളുടെ സഹായമൊക്കെ വന്നു ചേരുന്ന സമയം കൂടിയാണ്. അടുത്ത നക്ഷത്രം വിശാഖം നക്ഷത്രമാണ്. വിശാഖം നക്ഷത്രക്കാർക്ക് മനസ്സമാധാനം ഉണ്ടാകുന്ന, മനസ്സിന് ഇഷ്ടപ്പെട്ട രീതിയിലുള്ള ജീവിത സാഹചര്യങ്ങൾ വന്നു ചേരുന്ന സമയമാണ്. എല്ലാവിധത്തിലും ഐശ്വര്യവും സമൃദ്ധിയും നേട്ടവും ഒക്കെ ഈ നക്ഷത്രക്കാരെ തേടിയെത്തുന്നു. വിദേശ യാത്രയ്ക്ക് അനുകൂലമായ ഒരു സമയം ഒരുങ്ങുന്നു. അതോടൊപ്പം തന്നെ തൊടുന്നെല്ലാം പൊന്നാക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള ജീവിത സാഹചര്യങ്ങൾ തന്നെയാണ് ഈ നക്ഷത്രക്കാരെ തേടിയെത്തുന്നത്. സാമ്പത്തിക നിലയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നു. ലോട്ടറി ഭാഗ്യം ലഭിക്കാനുള്ള അവസരങ്ങൾ ഈ നക്ഷത്രക്കാരെ തേടിയെത്തുന്നു. സാമ്പത്തിക നിലയിൽ ഉയർന്ന വരുമാനം വന്നു ചേരുന്ന സാഹചര്യങ്ങളും ഒരുങ്ങുന്നു. മികച്ച മുന്നേറ്റങ്ങൾ കാഴ്ചവെക്കുന്നതിനും ഉയർന്ന രീതിയിൽ ഇവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്ന തരത്തിൽ ഇവർക്ക് വലിയ വലിയ ഉയർച്ചകളും ഉന്നതികളും സാമ്പത്തിക അഭിവൃദ്ധിയും ഒക്കെ വന്നു ചേരുന്ന സമയമാണ്. രാജകീയമായ പദവിയോടുകൂടി ഇവർ കുതിച്ചുയരാനുള്ള അവസരങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു. സമ്പന്ന പദവി, മികച്ച മുന്നേറ്റം ഒക്കെ ഈ നക്ഷത്രക്കാർക്ക് ലഭ്യമാകുന്ന ഒരു സമയമാണ് വന്നിരിക്കുന്നത്. ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അനുകൂലമായ സാഹചര്യങ്ങൾ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കണം. എല്ലാവർക്കും എല്ലാവിധ നേട്ടങ്ങളും ഉയർച്ചയും ഉന്നതിയും ഈശ്വരാനുഗ്രഹം ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം. ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുമെങ്കിൽ
ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നന്ദി, നമസ്കാരം.